ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പോയിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി നേരെ വണ്ടി എന്നിടിക്കുന്നത് അരുണിൻ്റെ ബൈക്കിലേക്കാണല്ലേ. എന്നാൽ അരുൺ മനഃപൂർവ്വം തന്നെ നമ്മുടെ സച്ചി അരുണെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെന്നും നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യത്തിന്റെ പേരിൽ തന്റെ ദേഹത്തേക്കായിട്ട് വണ്ടി ഇരിക്കാൻ ശ്രമിച്ചതായിരുന്നു, ഇവന്റെ വണ്ടിയുടെ ബ്രേക്കിനൊന്നും യാതൊരു തകരാറും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അരുൺ പറയുന്ന സമയത്ത് സച്ചി തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അരുൺ അതും തന്നെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. എത്രയും വേഗം തന്നെ സച്ചിയുടെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ മറ്റൊരു പോലീസുകാരോട് പറയും. അതിനുശേഷം സച്ചിയോടായിട്ട് ഇതിനെല്ലാം തന്നെ നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, നിന്റെ ലൈസൻസ് ഞാൻ റദ്ദാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്ട്. എന്നാൽ സച്ചിയാകട്ടെ സാർ വണ്ടി എടുത്തുകൊണ്ട് പോകരുത്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു പോലീസുകാരൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ തന്നെ അരുൺ സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ അരുണെ മാറ്റി നിർത്തിയതിനു ശേഷം പറയുന്നുണ്ട്, സാർ ഇപ്പൊ ഇങ്ങനെ അറസ്റ്റിന്റെ കാര്യമൊന്നുമില്ല, യാതൊരു കാരണവുമില്ല, നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി ഈ അരുണിന്റെയും അതുപോലെ തന്നെ അരുണിന്റെ ബൈക്കിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അരുൺ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് സാറിനും വണ്ടിക്കും അതൊന്നും തന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതിന് തെളിവ് എൻ്റെ കയ്യിൽ വേണ്ട, അല്ലെന്നാണ് സാർ കള്ളക്കേസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അരുൺ സച്ചിയുടെ ഫോണും മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോണും കൂടിയിട്ടാണ് അരുൺ പോലീസ് സ്റ്റേഷനിലേക്കായിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതിന് ശേഷം സാർ എൻ്റെ ഫോണെങ്കിലും എനിക്ക് തരണമെന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും അത് തരാൻ സാധിക്കില്ല, നീ അതേ രീതിയിലല്ല അവിടെ കാട്ടിക്കൂട്ടിയതെന്ന് പോലീസുകാരൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെയാണ് രേവതിയുടെ കോള് വരുന്നത്. രേവതിയുടെ കോൾ എടുക്കുന്നത് ഈ പോലീസുകാരനാണ്. പോലീസുകാരൻ ഫോൺ എടുത്തതിന് ശേഷം ഞാൻ രതീഷാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ഒരു നിമിഷത്തെ പതറുന്നുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന നേരത്താണ് മനഃപൂർവ്വം ഒരു പോലീസുകാരനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാവാതെ തന്നെ കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം സച്ചി വീണ്ടും ഫോൺ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ഇരിക്കുന്ന പോലീസുകാരെ കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് ASIയും അരുണും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ASIയുടെ ആയിട്ട് സച്ചി താൻ നിരപരാധിയാണ്, തന്റെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അരുൺ പറഞ്ഞതെല്ലാം തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെയാണ് സച്ചിയോടായിട്ട് ഇദ്ദേഹം എന്നാൽ സച്ചി ഇദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് വേഗം തന്നെ അരുൺ സച്ചിയെ തള്ളിയിടുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എന്തായാലും നീ എന്തൊക്കെ ശ്രമിച്ചാലും ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല, നിന്റെ ഈ കൈകളിലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്, നീ കണ്ടോ നിന്റെ ലൈസൻസ് റദ്ദാക്കി നീ ജോലിയില്ലാതെ തേരാപ്പാറ് നടന്ന് തെണ്ടി കളയുന്നത് ഞാൻ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺ വളരെ മോശമായ രീതിയിൽ തന്നെ സച്ചിയോട് പെരുമാറുന്നുണ്ട്. എന്നാൽ അത് പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെയും അരുൺ ഒരു യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ഓഫീസർ ആയതുകൊണ്ടും നമ്മുടെ സച്ചി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സച്ചി പറയുന്ന സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം സച്ചിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയുന്നത്, സച്ചിയെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല, അതിനുള്ള തെളിവുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ, പിന്നെ എന്തിനാ അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞാൻ അദ്ദേഹത്തിന് പോയി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, SI ഇന്ന് ലീവാണ്, പക്ഷേ മറ്റേ പോലീസിന് അയാൾ മനഃപൂർവ്വം എന്നെ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്, നേരത്തെയുള്ള പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലാണ് അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സച്ചി പറഞ്ഞുകൊണ്ട് തന്നെ അരുണോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് രേവതി തടഞ്ഞു നിർത്തുകയുണ്ട്. സച്ചിയായിട്ട് നിങ്ങളൊന്ന് അടങ്ങ്, എങ്ങനെയാണ് നമുക്ക് ആ വണ്ടി തിരിച്ചു മേടിക്കുക, സച്ചിയുടെ ലൈസൻസ് കട്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ സമാധാനിപ്പിച്ചതിന് ശേഷം രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ ആന്റണി ചെയ്ത കൊടുംചതി അത് അറിഞ്ഞുകൊണ്ട് തന്നെ സച്ചിക്ക് വലിയൊരു ആപത്തുണ്ടായില്ലെങ്കിലും സച്ചിയെ പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയല്ലോ, ഇനിയിപ്പോൾ അവരുടെ ജോലിയുടെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് എന്നുള്ള സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ട് മീരയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും, അതായത് താനിപ്പോൾ വളരെയധികം ഹാപ്പിയാണെന്നും സച്ചിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നാണെന്നൊക്കെ പറയുന്ന സമയത്ത് പാവം രേവതി എന്ന് മീര പറയുന്നുണ്ട്. എന്ത് പാവം ദേ നിനക്ക് കുറച്ചധികം കൂടുന്നുണ്ട് മീര, ഇതിന്റെ ഒന്നും കാര്യമില്ല, ഞാനിപ്പോൾ ഈ ഒരു ഗതിയിലേക്ക് വരാനുള്ള കാരണക്കാർ അവർ തന്നെയാണ്, എന്തായാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആന്റണിയോട് ഒരുപാട് നന്ദിയുണ്ട്, അതിൽ എനിക്കും പങ്കുചേരാൻ ഈ ഒരു കൃത്യത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ ഞാനിപ്പോൾ ഒരുപാട് സന്തോഷവതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണിട്ടുള്ളത്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ സച്ചിയുടെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ആരും പറയുന്നുണ്ടല്ലോ, ആ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്, കൂടെ മറ്റൊരാളും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ വന്നിരിക്കുന്ന പോലീസുകാരൻ്റെ കയ്യിൽ കെട്ടൊക്കെ കാണുന്ന സമയത്ത് ആരും കാര്യം തിരക്കുന്ന സമയത്താണ് അയാൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു എന്നും അയാളൊരു പാവപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു എന്നും അദ്ദേഹത്തിന് വണ്ടി അങ്ങ് തിരിച്ചു കൊടുത്തോളാനൊക്കെ ഈ ഒരു പോലീസുകാരൻ അരുണോടായിട്ട് പറയാനുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെയും ഇദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് അരുൺ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്ക് പോയ വണ്ടിയായിരുന്നു, അവിടെയുള്ളൊരു
കൊടുത്തിട്ടിലേക്ക് വണ്ടി ഇടിച്ചാണ് ഞാൻ നിർത്തിയത്. എൻ്റെ കൈക്ക് ചെറിയൊരു അപകടമുണ്ട്. എനിക്കറിയാവുന്നൊരു മെക്കാനിക്കാണ് ഇദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് നന്നാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരൻ പറയാട്ടോ. അങ്ങനെ ഈ ഒരു മെക്കാനിക്കിനുള്ള പൈസ കൊടുത്തതിന് ശേഷം അരുൺ അയാളെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ സച്ചിയുടെ വണ്ടി ഓടിച്ചിരുന്ന മറ്റേ പോലീസുകാരൻ അയാളോടായിട്ട് പറയുന്നത് എന്തായാലും ഒരു കാര്യം പുറത്തൊന്നും പറയേണ്ടതൊന്നുമില്ല, എനിക്ക് വീണ് കിട്ടിയ അവസരമാണിത്, അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യാവസ്ഥ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ, അവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവൻ്റെ ലൈസൻസും 6 മാസത്തേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഒരു അവസരം ഒരിക്കലും കളയാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സച്ചിയോടുള്ള ഒരു സച്ചിനെ എങ്ങനെയും കൊടുക്കണം എന്നുള്ളൊരു വാശയോട് കൂടി നിൽക്കുന്ന അരുണെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.